കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുദീർഘമായ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റിന്റെ നോവ്ഗോറോഡിലുള്ള അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ 91 ദീർഘദൂര ഡ്രോണുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഉക്രൈൻ ഒരു വലിയ ആക്രമണമാണ് നടത്തിയത്. എന്നാൽ ഇതിനൊരു വലിയ തിരിച്ചടി തന്നെ തങ്ങൾ നൽകും എന്നും ഉചിതമായ സമയത്ത് അത് ഉണ്ടാകുമെന്നും റഷ്യ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഉക്രൈൻ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, റഷ്യ കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണ് എന്നാണ് പറയുന്നത്. ഏതായാലും റഷ്യൻ പ്രസിഡന്റിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണം ഏറ്റവും നിന്ദ്യമാണെന്നും അപലപിക്കുന്നതാണെന്നും നരേന്ദ്രമോദി പറയുന്നു. ഒപ്പം തന്നെ നയതന്ത്ര മാർഗത്തിലൂടെ സമാധാനത്തിന്റെ ഒരു വഴി തെരഞ്ഞെടുക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നയതന്ത്രത്തിലൂടെ സമാധാനം കൈവരിക്കണം, അല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന്. ഏതായാലും സെലൻസ്കി ട്രംപിനെ കാണാൻ പോകുന്ന വേളയിൽ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണവും എന്നുള്ളത് ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇപ്പോൾ നിലവിൽ റഷ്യൻ പ്രസിഡന്റ് ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ ആദ്യ രാജ്യവും ഇന്ത്യയായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.